ഹായ് ഹലോ എവരി വൺ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ക്ലീനിങ് വീഡിയോ ആണ്. വേറെ എവിടെയല്ല, എൻ്റെ റൂം തന്നെയാണ്. കാരണം എനിക്ക് ക്ലാസ് ഉണ്ടായതുകൊണ്ട് എനിക്ക് ഭയങ്കര മടിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. മടിയെന്നല്ല, എനിക്ക് സമയം കിട്ടുന്നില്ല, അത് തന്നെ എൻ്റെ പ്രശ്നം. അപ്പം ഞാൻ ക്ലാസ് ഇല്ലാത്തൊരു ദിവസം നോക്കിയിട്ട് എൻ്റെ റൂമൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി. കാരണം നമ്മൾ എടുക്കുന്നതും വാഷ് ചെയ്ത് വരുന്ന തുണിയൊന്നും എടുത്ത് മടക്കി വയ്ക്കാനുള്ള സമയമൊന്നും കിട്ടാറില്ല. അങ്ങനെ ഞാൻ ഇന്നങ്ങ് തീരുമാനിച്ച് ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ മൊത്തം ഒന്ന് കാണിച്ചുകൊണ്ടിരിക്കുമോ നിങ്ങൾക്ക്. ഇത് മൊത്തം വലിച്ചു വരെ ഇട്ടേക്കും. കാരണം ഷെൽഫിൽ നിന്ന് എടുക്കുന്ന സാധനം തിരിച്ചു വയ്ക്കാൻ എനിക്ക് സമയമില്ല. പിന്നെ അവിടെ ഒരു സ്റ്റാൻഡുണ്ട്, ആ സ്റ്റാൻഡ് ഫുള്ള് തുണിയാണ്. അതെന്നെ പ്രാവുന്നുണ്ടായിരിക്കും പാവം. എപ്പം നോക്കിയാലും അതിൻ്റെ മുഖത്ത് തുണി മാത്രമേ ഉള്ളതാണ്. ഇതിനകത്ത് എപ്പോഴും തുണിയായിരിക്കും. അങ്ങനെ ഞാൻ ഇന്നങ്ങ് തീരുമാനം എടുത്തത് വൃത്തിയാക്കാമെന്നുള്ളത്. അങ്ങനെ ഈ ഭിത്തി ഉൾപ്പെടെ ഞാൻ വൃത്തികേടാക്കി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും എനിക്ക് പെയിൻ്റ് അടിച്ച് ഇതൊക്കെ മാറ്റണം. വരയ്ക്കുമ്പോൾ എനിക്കൊരു നല്ലതാന്ന് തോന്നും. വരച്ച് കഴിയുമ്പോൾ ഞാൻ എന്തിനാ ഇതൊക്കെ വരച്ചതെന്ന് എനിക്ക് തോന്നും. അങ്ങനെ പിന്നെ ഞാനിതെല്ലാം വൃത്തിയാക്കാമെന്ന് കരുതി. ഇനിയിപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. പിന്നെ എൻ്റെ ചെടികളെല്ലാം ഞാൻ എടുത്ത് താഴോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അവരെ ഇനി എടുത്ത് റെഡിയാക്കി വെക്കണം. അപ്പോൾ എൻ്റെ ആ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്തത് തുണി മടക്കി വയ്ക്കാമെന്നൊരു തുണി പകുതി മടക്കി കഴിഞ്ഞാൽ റൂം ഒരുവിധം വൃത്തിയാവും. കാരണം വലിച്ചു വാരി ഇട്ടിരിക്കുമ്പോഴത്തേക്ക് അത്രയും ബോറായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ തുണി മടക്കി വയ്ക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ കസേരയിലുള്ളതും സ്റ്റാൻഡിലുള്ളതും എല്ലാം ആദ്യം കട്ടിലോട്ട് എടുത്തിട്ട്, അപ്പോൾ കട്ടിലിൽ നിന്ന് തന്നെ എനിക്ക് മടക്കാം. അപ്പോൾ പിന്നെ എനിക്ക് പെട്ടെന്ന് ക്ഷീണമൊന്നും വരത്തില്ല. പിന്നെ ചൂട് കാരണം ഇതിനകത്ത് ഇരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഫാനിട്ടാലും എന്തിട്ടാലും ഒരു ഇതുമില്ല, ഭയങ്കര പ്രശ്നമാണ്. അപ്പം ഞാൻ തുണിയൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുക. തുണി മടക്കി കഴിയുമ്പോൾ എൻ്റെ പകുതി ജോലി തീരുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ. അങ്ങനെ ഞാൻ തുണിയൊക്കെ മടക്കി കഴിഞ്ഞ് ഇതൊരു സെറ്റേ ഉള്ളൂ. ഇനി എനിക്ക് സ്റ്റാൻഡിൽ നിന്ന് കുറച്ച് തുണി എടുക്കാനുണ്ട്. അതും കൂടി എടുത്തിട്ട് അതും കൂടി മടക്കി വയ്ക്കണം. അപ്പം ഞാൻ തുണിയൊക്കെ കൊണ്ടുപോയി കബോർഡിൽ വെച്ചുകൊണ്ടിരിക്കുക. ഇനി ഒരു കബോർഡിൽ നിന്നെല്ലാം എടുത്തിട്ട് എനിക്ക് മടക്കി വയ്ക്കണം. അപ്പോൾ ആ കബോർഡിൻ്റെ മുകളിൽ കുറേ കൊറിയർ വരുന്ന ബോക്സൊക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ ഇനി വീട്ടിൽ പോകുമ്പം വേണം എനിക്ക് കൊണ്ടുപോയി അവിടെ ഇട്ട് കത്തിക്കാൻ. ഇവിടെ ഞാൻ കത്തിക്കാനൊന്നും ഇറങ്ങാറില്ല. അവിടെ പോകുമ്പോൾ ഞാൻ എല്ലാം കൂടി കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടിട്ടാൻ കത്തിക്കും. അവിടെ വലിയ പ്രശ്നമൊന്നുമില്ല, അവിടെ കൊണ്ടിട്ടാൻ കത്തിക്കും. അപ്പം അതൊക്കെ ഇനി ഞാൻ പോകുമ്പോഴത്തേക്ക് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അതും കൂടി ആകുമ്പോൾ എൻ്റെ റൂം ക്ലീൻ ആവും. അപ്പോൾ ഞാൻ ഇത് ചെയ്തിട്ട് വരാം. പിന്നെ എൻ്റെ നെക്സ്റ്റ് പരിപാടി ഓരോരോ ചെടികളായിട്ട് ഇവിടെ കൊണ്ടുവയ്ക്കുക. കാരണം എനിക്ക് അവിടെ സ്റ്റാൻഡ് അങ്ങോട്ട് നീക്കണം. അപ്പോൾ ഇവരെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവയ്ക്കാമെന്ന് കരുതി. അപ്പോൾ ഇനി അവരെയൊക്കെ എടുത്ത് ഇവിടെ കൊണ്ട് വെച്ചിട്ട് വേണം എനിക്ക് ഇവരെ എവിടെ വെക്കണം എന്നുള്ളതിന് തീരുമാനം ഉണ്ടാക്കാൻ. ചിലപ്പോൾ ഇവരിരുന്ന പഴയ സ്ഥലത്ത് തന്നെ ഇവരെ ഞാൻ സെറ്റ് ചെയ്ത് വെക്കും. അപ്പം ഇവരെയൊക്കെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെക്കട്ടെ. പിന്നെ അവിടെ ഒന്ന് തൂത്തിട്ടേ വെക്കാൻ പറ്റും. കാരണം അവിടെ നമ്മൾ അലമാര ഇരുന്ന് അവിടെ ആയിരുന്നു. അപ്പോൾ അതിനെ പിടിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നല്ല പൊടി ഉണ്ടായിരുന്നു. ഇന്നലെ തൂത്തതാണ്, എന്നിട്ടും ആ പൊടി മാറിയതൊന്നുമില്ല. പിന്നെ ഇന്നും കൂടി തൂത്ത് കഴിയുമ്പോഴത്തേക്ക് പൊടി ഓക്കെ ആകും. അതുകൊണ്ട് ഞാനതിനെ ഒരു തൂത്ത് മാറ്റിയിട്ട് ഇനി ആ ഒരു സ്റ്റാൻഡിനെ പിടിച്ച് എനിക്ക് അങ്ങോട്ട് കൊണ്ടുപോയി വെക്കണം. അപ്പോഴത്തേക്ക് ഈ റൂം ഒരുവിധമൊക്കെ ഓക്കെ ആവും. ഈ സ്റ്റാൻഡ് എവിടെ വയ്ക്കുന്നതായിരുന്നു ഇത്രയും നാളത്തെ എൻ്റെ സംശയം. അപ്പോൾ അവിടെ എൻ്റെ തുണിയിടുന്ന ബാസ്ക്കറ്റുണ്ട്, അതിനെ ഞാൻ പറിക്കൊണ്ടിരിക്കുക. തുണിയല്ല, വേസ്റ്റ് ബാസ്ക്കറ്റാണ്. ഇതും എൻ്റെ വീട്ടിൽ കൊണ്ടുപോകാനുള്ള കത്തിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകണം ഇതെല്ലാം കൂടി. എന്നിട്ട് ഞാനിനി ആ സ്റ്റാൻഡിനെ നീക്കി അങ്ങറ്റത്തോട്ട് വെച്ച് കൊടുക്കണം.
അപ്പോൾ ആ ഒരു തുണി വെച്ച് തുടയ്ക്കുന്നത്. ഇതെൻ്റെ അമ്മ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് വഴക്ക് കിട്ടും. കാരണം അമ്മ എൻ്റെ അടുത്ത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് തുണി നനച്ചിട്ട് തുടയ്ക്കാവൂ, അപ്പോൾ പൊടി കയറത്തില്ല എന്നുള്ളത്. പൊടി കയറിയിട്ട് എനിക്ക് തന്നെ തുമ്മലും തലവേദന എടുക്കും. എന്നാലും ഞാൻ അത് കേട്ടില്ല. സോറി അമ്മ. ഇനി നമുക്ക് തുടച്ച് കളയാം. തുടച്ചിട്ട് കുറച്ചിട്ട് തുമ്മൽ വീഴുകയാണെങ്കിൽ തുമ്മും. 2-3 തുമ്മലോട് കൂടി അത് തീരുന്നതായിരിക്കും. പിന്നെ നനയ്ക്കാൻ പോകാൻ എനിക്ക് വയ്യ. കൈ നനഞ്ഞാൽ പിന്നെ കയ്യിലും കൂടി ആ പൊടി കയറി പിടിക്കും. പിന്നെ എൻ്റെ ഉണ്ണിയുടെ ക്യാരം ബോർഡുണ്ട്. അത് ഞാനെടുത്ത് അതിൻ്റെ കീഴിലോട്ട് വെച്ചിട്ടുണ്ട്, മേടിച്ച് വെച്ചിട്ടുണ്ട്. കളിക്കാൻ ഞങ്ങൾക്ക് സമയമൊന്നുമില്ല. പിന്നെ അവിടേക്ക് ഒന്ന് വൃത്തിയാക്കി ഇവിടെ ചെടി വയ്ക്കാമെന്ന് ഇപ്പം ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ഞാൻ സമയം നോക്കുന്നത് എനിക്ക് വിശക്കുന്നു. അപ്പം എൻ്റെ സമയമായിട്ടില്ല. അപ്പം ഞാൻ കരുതി ചെയ്ത് തീർന്നിട്ട് പോകാമെന്നതൊക്കെ പറഞ്ഞ് ഇവിടെ പിന്നെ ഞാൻ അവരെയൊക്കെ ഇവിടെ തന്നെ പറക്കൊണ്ട് വെച്ച് അപ്പോഴത്തേക്ക് ഇനി അവരവിടെ സുഖമായിട്ടിരുന്നുള്ളൂ. അപ്പോൾ എനിക്കും എപ്പോഴും കാണാൻ പറ്റും. ഈ ഒരു മണി പ്ലാന്റ് നമ്മളെ കട്ടിലിൻ്റെ ബാക്കിൽ ജനലിലായിരുന്നു. അവിടെ ഇങ്ങനെ നല്ലപോലെ പോകുമായിരുന്നു. അപ്പോൾ ഇതിനെ ഇങ്ങോട്ടാക്കിയിട്ടുണ്ട്. ഇതിന് കുറച്ച് നാൾ ഇവിടെ ഇരുന്ന് വളരട്ടെ. പിന്നെ എനിക്കൊരു മടിയാകുമ്പോൾ ഞാൻ ഇനിയും മാറ്റും. അതെൻ്റെ സ്വഭാവമായതുകൊണ്ട് ഞാൻ ഇനിയും മാറ്റും. അങ്ങോട്ടും ഇതും പിടിച്ചിട്ട് ഞാൻ മാറ്റി കളിച്ചുകൊണ്ടേ ഇരിക്കും ഇതിനെ. ഇപ്പം ആ കുട്ടി അവിടെ ഇരിക്കട്ടെ. കുട്ടികളെല്ലാം ഞാൻ അവിടെ നെക്സ്റ്റ് പരിപാടി നമുക്ക് പൊടിയെല്ലാം തൂത്ത് കളയണം. തൂത്ത് കളഞ്ഞിട്ട് എനിക്ക് തുടയ്ക്കാൻ പറ്റത്തുള്ളൂ. നല്ല പൊടിയുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവിടെ ഇന്ന് തൂത്താലും വൈകുന്നേരം ആകുമ്പം പൊടിയാവും. അമ്മാതിരി പൊടിയാവും. താഴെ ഞാൻ ഇപ്പോൾ തൂത്തൊക്കെ ഇട്ടിട്ടാണ് വന്നത്. ഇച്ചിരി കഴിഞ്ഞെന്ന് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തന്നെ അറ്റാക്ക് വരും പൊടി കണ്ടിട്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ ഇവിടെ തൂത്തിടണം. തൂത്തിട്ടിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് തുടയ്ക്കണം. അപ്പം ഞാൻ തൂക്കാൻ പോവുക. ഇനി നെക്സ്റ്റ് പരിപാടി ബെഡ്ഷീറ്റ് സെറ്റ് ചെയ്യണം. എൻ്റെ കട്ടിൽ സെറ്റ് ചെയ്യണം. അപ്പം ഞാൻ ബാഗിനെ എടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് എല്ലാ സാധനങ്ങളും കട്ടിലിൽ തന്നെ കാണുമല്ലോ. ഒരുവിധം എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പോഴത്തേക്ക് ഞാൻ ഇനി കട്ടിൽ വിരിക്കാൻ പോവുക. അപ്പം പഴയ ബെഡ്ഷീറ്റൊക്കെ വാരിയിട്ട് വാഷിങ്ങിനിടും. എന്നിട്ട് പുതിയത് ഞാൻ നേരത്തെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മാറ്റമുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ ബെഡ്ഷീറ്റ് വിരിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഫാൻ കിടക്കുന്ന കാര്യം ഞാൻ ഓർത്തില്ല. ഞാനൊരു 3-4 പ്രാവശ്യം എടുത്ത് വിരിക്കും, പക്ഷെ നേരെ വീഴുന്നില്ല. പിന്നെ ഓർത്തത് അവിടെ ഫാൻ ഉണ്ടല്ലോ എന്ന്. അങ്ങനെ ഞാൻ അതിനെയൊക്കെ വിരിച്ച് നേരെ ഇടാമെന്ന് കരുതി അപ്പുറത്തെ സൈഡിൽ പോയിട്ട്. അപ്പം പിന്നെ ഫാൻ കറങ്ങത്തില്ല. അങ്ങനെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് തീർന്ന് ഇപ്പോൾ ഒരുവിധം എൻ്റെ റൂം സെറ്റായി. ഇനി അടുത്ത എൻ്റെ മെയിൻ പരിപാടി എൻ്റെ ക്രോക്സും ഉണ്ണിയുടെ ക്രോക്സും ഒക്കെ കഴുകണം. അപ്പോൾ ഒരു ക്രോക്സ് ഇവിടില്ല, ബാക്കി ഇത്രയും കഴുകാമെന്ന് കരുതി ഞാൻ എടുത്തുകൊണ്ട് പോവുക. അപ്പം അവരെയും കൂടി വൃത്തിയാക്കി വെക്കണം, കാരണം മിക്കപ്പോഴും ഇട്ടുകൊണ്ടൊക്കെ പോകുന്നില്ല. അപ്പോൾ അവരെയും കുളിപ്പിച്ചെന്ന് ഞാൻ പുറത്തു കൊണ്ട് വെച്ച് അതിനൊക്കെ ശേഷം എൻ്റെ റൂം വൃത്തിയായി. ഇപ്പം നമുക്ക് വൃത്തിയായ എൻ്റെ റൂം കാണാം. അപ്പോൾ ഇതാണ് എൻ്റെ വൃത്തിയായ റൂം. ഞാൻ എല്ലാ അടുക്കി പറക്കി വെച്ചിട്ടുണ്ട്. കസാര രണ്ടിനെയും ഫ്രീ ആക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ കട്ടിൽ വിരിച്ചിട്ടുണ്ട്. ആ ഒരു സ്റ്റാൻഡിനെ വൃത്തിയാക്കി എൻ്റെ ചെടികളെല്ലാം ഞാൻ ഇവിടെ കൊണ്ടുവച്ച് അവരൊക്കെ സന്തോഷമായിട്ടിരിക്കുന്നുണ്ട്. അവർക്കൊക്കെ വെള്ളമുണ്ട്. ഇനി വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. പിന്നെ എൻ്റെ ആ ഒരു ഗ്ലാസ് ബോട്ടിലുണ്ട് ചെടി ഇട്ട് വയ്ക്കുന്ന മണി പ്ലാന്റ് ഇടുന്ന തന്നെ അതിന്. പിന്നെ എൻ്റെ ഗണപതിയുണ്ട്,
എല്ലാവരും അവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ടേബിളും ഞാൻ ക്ലീനാക്കി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയോളം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.